മതപരമായ വിദ്യാഭ്യാസം മനുഷ്യരെ യഥാർത്ഥ മനുഷ്യരാക്കുന്നു എന്നത് ചരിത്രമാണ്, വർത്തമാനമാണ്, അനുഭവവുമാണ്. അതിനുവേണ്ടിയാണ് വലിയ ചെലവ് ചെയ്ത് സമൂഹം ഇത്തരം സംരംഭങ്ങൾ കെട്ടിപ്പടുക്കുന്നത്. മദ്രസ വിദ്യാഭ്യാസത്തെ നമ്മുടെ ഇടയിൽ നിന്ന് ഇല്ലാതെയാക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ പലപ്പോഴും നടക്കുന്നുണ്ട്. അങ്ങനെ വന്നാൽ ആത്മശൂന്യമായൊരു സമൂഹത്തെ സൃഷ്ടിക്കാൻ മതവിരുദ്ധരായ ആളുകൾക്ക് സാധിക്കും. കുറവും കുറ്റവും പറഞ്ഞുണ്ടാക്കി നമ്മളെ തന്നെയും മദ്രസ പോലെയുള്ള ദീനീ വിജ്ഞാന സംരംഭങ്ങളോട് വിരുദ്ധരാക്കാനുള്ള ശ്രമങ്ങളുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും മദ്രസ വിദ്യാഭ്യാസത്തിന് അത്രമേൽ പ്രാധാന്യമില്ലാത്ത വിധം മുസ്ലിം സൊസൈറ്റിയിലെ പല കുടുംബങ്ങളും തരം താഴ്ന്നു പോണത്. ഒരു ചടങ്ങിനുള്ള വിദ്യാഭ്യാസം, എല്ലാവരും പോകുമ്പോൾ ഒരു ട്രെൻഡെന്ന വിധം നമ്മുടെ മക്കളെയും പറഞ്ഞയക്കണം, അല്ലെങ്കിൽ മറ്റ് ചില സാമൂഹികമായ പ്രശ്നങ്ങളുണ്ടാകുമെന്ന് കരുതിയിട്ട് പള്ളിയിൽ മറവ് ചെയ്യേണ്ടതെന്നൊക്കെ കരുതിയിട്ട് മദ്രസയോട് ഒരു വലിയ താല്പര്യമില്ലാതെ സഹകരിക്കുന്ന ഒരു രീതി. എല്ലായിടത്തും അങ്ങനെയാണെന്നല്ല ഞാൻ പറയണത്, എല്ലാ വിശ്വാസികളും കുടുംബങ്ങളും അങ്ങനെയാണെന്നുമല്ല. ഈ സൊസൈറ്റിയിൽ ഒരാൾ പോലും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് തിരുത്തൽ, അതിനുവേണ്ടി പ്രവർത്തിക്കൽ നമ്മുടെയൊക്കെ ബാധ്യതയാണ്. എന്തുകൊണ്ട് കേരളത്തിൽ പരിശുദ്ധ ഇസ്ലാം ഇത്ര മനോഹരമായി നിലനിൽക്കുന്നതിൻ്റെ അടിസ്ഥാനം ഇതുപോലെയുള്ള മദ്രസകളാണ്. അവിടെ വെച്ചാണ് നമ്മൾ അക്ഷരം പഠിച്ചത്, അവിടെ വെച്ചാണ് നമ്മൾ ദീനീയായ സംസ്കാരം പഠിച്ചത്, നിസ്കരിക്കാനും നോമ്പെടുക്കാനും പഠിച്ചത്. എന്തിന്, നേരാവണ്ണം വസ്ത്രം ധരിക്കാൻ പോലും നമ്മൾ പഠിച്ചത് കുഞ്ഞുകാലത്ത് മദ്രസയിൽ നിന്നാണ്. ആ മദ്രസ പാഠങ്ങളുടെ അനുരണനമാണ് നമ്മിൽ കാണുന്ന ആത്മീയമായ ചൈതന്യം. ദർസിന് പ്രസക്തിയുണ്ട്, ദഅവ കോളേജുകൾക്ക് വലിയ പ്രസക്തിയുണ്ട്. പക്ഷേ ദഅവ കോളേജിലേക്കും ദർസിലേക്കും കടന്നു വരുന്ന കുട്ടി ഉസ്താദിൻ്റെ മുന്നിലിരുന്ന് ഫഅല തുടങ്ങുമ്പോൾ അവന് ഫാ വായിക്കാൻ അറിയാം, അതിൻ്റെ മഖ്റജ് അറിയാം, ഐനിൻ്റെ മഖ്റജ് അറിയാം, അവന് നിസ്കരിക്കാൻ അറിയാം, നോമ്പെടുക്കാൻ അറിയാം, അവന് ഖുർആൻ പാരായണം ചെയ്യാൻ അറിയാം, അറബി ഭാഷ വായിക്കാൻ അറിയാം, സാമൂഹിക ബോധം അവനുണ്ട്, ഡ്രസ്സ് ധരിക്കാൻ അറിയും. നേരെ മറിച്ച് മദ്രസയിലേക്ക് കടന്നു വരുന്ന 4-യും 5-ഉം വയസ്സുള്ള പിഞ്ചോമനയെക്കുറിച്ച് ആലോചിച്ച് നോക്കുക. മുണ്ടഴിഞ്ഞാൽ ഉടുക്കാൻ കഴിയില്ല, അവന് മൂക്കൊലിച്ചാൽ അത് തുടച്ച് സംസ്കരിക്കാൻ കഴിയില്ല, വിസർജനാവശ്യാർത്ഥം ടോയ്ലറ്റിൽ പോയാൽ അതെങ്ങനെ ചെയ്യണമെന്ന് പോലും ആ കുഞ്ഞിന് അറിഞ്ഞെന്ന് വരണമെന്നില്ല. അത്രയ്ക്ക് ചെറിയ കുഞ്ഞ് മദ്രസിൻ്റെ അങ്കണത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടുത്തെ ഉസ്താദുമാരുടെ വലിയ സേവനം, ഗംഭീരമായ അധ്വാനം കൊണ്ട് മദ്രസ കഴിഞ്ഞവൻ ഇറങ്ങി വരുമ്പോഴേക്ക് 5-ാം ക്ലാസ് ആവട്ടെ, 10-ാം ക്ലാസ് ആവട്ടെ, 12-ാം ക്ലാസ് ആവട്ടെ, മദ്രസ പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങി വരുമ്പോഴേക്ക് ആ കുട്ടിക്ക് ദീനിൻ്റെ സംസ്കാരം പഠിയുന്നു, ആരാധനകൾ പഠിയുന്നു, ഒട്ടുമിക്ക വിശ്വാസകാര്യങ്ങളും നേരിയ രീതിയിലെങ്കിലും അവന് പഠിക്കാൻ കഴിയുന്നു. ഇതുകൊണ്ടാണ് കേരളത്തിൽ ഇസ്ലാം ഇത്രമേൽ സജീവമായി നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് മദ്രസകൾ തീവ്രവാദ കേന്ദ്രങ്ങളാണെന്ന് വ്യാപകമായി പ്രചാരണമുണ്ടാകുന്നത്. മദ്രസ വിദ്യാഭ്യാസം കൊണ്ട് എന്ത് കാര്യമെന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പലരും ആർമാദിക്കുന്നത്, മദ്രസ പൊട്ടന്മാർ എന്ന് ഒരു ക്ലീശേ നിർമ്മിച്ച് വിശ്വാസികളെ അപഹസിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ തന്നെയും ഇത് തിരിച്ചറിയാതെ വന്നാൽ, മദ്രസന് പ്രാധാന്യം നൽകാത്തൊരവസ്ഥ നമ്മുടെ നാട്ടിൽ സംജാതമായാൽ തീർച്ചയായും അവരുദ്ദേശിക്കുന്ന ഫലം അവർക്ക് ലഭ്യമാകും. നമുക്കറിയാം, നെഹ്റു അദ്ദേഹത്തിൻ്റെ വിശ്വചരിത്ര അവലോകനം പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ സ്പെയിനിനെ കുറിച്ച് പറയുന്നുണ്ട്. കക്ക പെറുക്കി നടക്കലായിരുന്നു യൂറോപ്യന്മാരുടെ പരിപാടി. അന്ന് കിട്ടുന്ന കക്ക തോട് പൊളിച്ച് അത് ഭക്ഷണമാക്കി പിറ്റേ ദിവസം പിന്നെയും പോയി അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നവരായിരുന്നു യൂറോപ്യന്മാർ. പ്രത്യേക ലക്ഷ്യങ്ങളില്ലായിരുന്നു, പുരോഗതിയില്ലായിരുന്നു, വിദ്യാഭ്യാസമില്ലായിരുന്നു, വലിയ വലിയ സ്ഥാപനങ്ങളൊന്നുമില്ലായിരുന്നു. പിന്നീട് ഇന്ന് കാണുന്ന യൂറോപ്പിൻ്റെ പുരോഗതിയിലേക്ക് ആ നാടും സമൂഹവും എത്തിച്ചേർന്നത് എങ്ങനെയാണ്? സ്പെയിനിൽ ഇസ്ലാം പ്രചരിക്കുന്നു എന്നല്ല, സ്പെയിൻ ഇസ്ലാമിൻ്റെ രാഷ്ട്രമായി മാറുന്നു. അങ്ങനെ ഇസ്ലാമിക സമൂഹം വഴി സ്പെയിനിലേക്ക് വെളിച്ചമെത്തുന്നു, വിദ്യാഭ്യാസമെത്തുന്നു. കോർഡോവ യൂണിവേഴ്സിറ്റിയെക്കുറിച്ചൊക്കെ നമുക്കറിയാം.
അതുവഴിയാണ് ഇസ്ലാമിൻ്റെ വിജ്ഞാനങ്ങൾ മുഴുവനും സ്പെയിനിലേക്ക് എത്തിച്ചേരുന്നത്. ഇത് നമ്മുടെ ഒരു വാദമൊന്നുമല്ല. ഞാൻ നേരത്തെ പറഞ്ഞു വിശ്വചരിത്രാവലോകനത്തെക്കുറിച്ച്. വേറെയും കുറേ പുസ്തകങ്ങളുണ്ട്. KM റോയിയുടെ ഇസ്ലാമിൻ്റെ ചരിത്രപരമായ പങ്ക് എന്ന പുസ്തകം നമുക്ക് വായിക്കാം. വേറെയും ധാരാളം പുസ്തകമുണ്ട്. MP വീരേന്ദ്രകുമാറിനെ നമുക്കൊക്കെ അറിയാം, നമ്മുടെയൊക്കെ ഇടയിൽ ജീവിച്ചു പോയ ആളാണ്. അദ്ദേഹത്തിൻ്റെ ഡാനൂബ് സാക്ഷി എന്ന പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്ത് 150-ലേറെ പേജുകൾ ഇസ്ലാം ലോകത്തിന് നൽകിയ ശാസ്ത്രീയ വികാസത്തെക്കുറിച്ചാണ് പറയുന്നത്. വെറും കക്കപറിക്ക് നടന്ന് ഇരുട്ടിൽ ജീവിച്ചിരുന്ന യൂറോപ്യൻസിനെ മൊത്തം ശാസ്ത്ര പുരോഗതിയിലേക്കും വിജ്ഞാനത്തിലേക്കും കൊണ്ടുവന്നത് ഇതുപോലെയുള്ള മദ്രസകളായിരുന്നു എന്ന സത്യം ചരിത്രത്തെ നേരാവണ്ണം സമീപിച്ചവരൊക്കെയും ഉറക്കെ പറയുന്നതാണ്, രേഖപ്പെടുത്തിയതുമാണ്. അത്ര മദ്രസ പൊട്ടന്മാരൊന്നുമല്ല. MBBS വിദ്യാർത്ഥികൾ 1000-ലേറെ വർഷം പഠനം നടത്തിയ പ്രധാന പുസ്തകം ഇബ്നു സീനയുടെ അവിസന്ന എന്ന പേരിൽ യൂറോപ്യൻ ലോകത്ത് അറിയപ്പെടുന്ന മഹാപണ്ഡിതൻ്റെ മഹാവിശ്വഘരൻ്റെ കിതാബു തിബ്ബായിരുന്നു. 1000 വർഷത്തോളം MBBS വിദ്യാർത്ഥികൾ കാര്യമായി പഠിച്ചത് അതായിരുന്നു. ഉസ്ബെക്കിസ്ഥാനിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ മ്യൂസിയമുണ്ട്. കിതാബു തിബ്ബിൻ്റെ പഴയ കോപ്പികളൊക്കെ അതിലിങ്ങനെ കാണാം നമുക്ക്. അദ്ദേഹം അന്ന് ശസ്ത്രക്രിയ നിർവഹിക്കാൻ, ഓപ്പറേഷൻ നടത്തുന്ന സമയത്ത് എല്ല് മുറിക്കാൻ അദ്ദേഹം സ്വന്തം കരങ്ങളാൽ നിർമ്മിച്ച ഉപകരണങ്ങൾ അവിടെ കാണാം. എന്നും പറയുന്നത് എന്താണെന്നറിയാവോ? പുതിയ കാലത്തും ആ ഉപകരണത്തേക്കാൾ വലിയൊരു മാറ്റമൊന്നുമില്ല എല്ല് മുറിക്കാൻ ഉപയോഗിക്കുന്ന യന്ത്രത്തിന് എന്നാണ്. ഇതൊക്കെ സാധ്യമായത് മദ്രസയിൽ നിന്നാണ്. നമ്മുടെ വിദ്യാർത്ഥി മദ്രസയിലേക്ക് പോകുന്നത് കൊണ്ട് അവന് ധർമ്മനിഷ്ഠനായി ജീവിക്കാൻ കഴിയുന്നു. യഥാവിധി മദ്രസ പഠനം ആവാഹിച്ചൊരു കുട്ടി ഇസ്ലാമിൻ്റെ മാതൃകാരൂപമായി വളരുന്നു. ചില പ്രയാസങ്ങൾ മദ്രസ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്നുണ്ട്. മദ്രസയിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ പ്രയോഗവൽക്കരിക്കാൻ പറ്റാത്ത സാഹചര്യം രൂപപ്പെടുന്നത് മദ്രസിൻ്റെ ഗുണഫലത്തെ സ്വാധീനിക്കുന്നുണ്ട്. ഒമനരായ സുലൈമാൻ ഉസ്താദ് ഇപ്പോഴാണ് ഇറങ്ങിപ്പോയത്. സുന്നി വയസ്സിൻ്റെ ആവശ്യാർത്ഥം ഒരു പ്രാവശ്യം ഞാൻ ഉസ്താദിനെ ഒരു ഇൻ്റർവ്യൂ ചെയ്യാൻ പോയിരുന്നു. പല പ്രാവശ്യം ഇൻ്റർവ്യൂ ചെയ്തിട്ട് എന്നെ ആ പേരിൽ തന്നെ ഉസ്താദ് വിളിക്കാറുണ്ടായിരുന്നു. ഒരു ദിവസം ഇന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് മദ്രസയിൽ കുറേ കാലം പഠിച്ചിട്ടും എന്താ അവർക്കൊക്കെ ഗുണം എന്നുള്ള ഒരു പ്രത്യേകമായ ക്ലീശേ. ഉസ്താദിനോട് ആ ഒരു ചോദ്യം ഞാൻ ഉന്നയിച്ചിട്ടുണ്ട്. അന്ന് ഉസ്താദ് പറഞ്ഞ മറുപടി, മദ്രസയിൽ പഠിക്കുന്ന കാര്യങ്ങൾ ചെറിയ കുട്ടികളാകുമ്പോൾ മുതൽ അവരുടെ ഉള്ളിലേക്ക് കുത്തിപ്രവേശിപ്പിക്കാൻ നമുക്ക് സാധിക്കണം എന്നാണ്. അതിന് രക്ഷിതാക്കളാണ് ശ്രദ്ധിക്കേണ്ടത്.